നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് രാജിവെച്ചത്. സെക്രട്ടറി തോമസ് രാജൻ മുമ്പാകെ രാജിക്കത്ത് നൽകി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം രാജിവെച്ചിട്ടുണ്ട്. പെരുമ്പിലാവിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. പാതാക്കര സ്വദേശി 58 വയസ്സുള്ള കമ്പിയിൽ മുരളിക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് മുരളിയെ ഇടിച്ചത്. പരിക്കേറ്റ മുരളിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയ്ക്ക് ഏക്കത്തിനടുത്താണ് അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി രാമനെ പൂരത്തിനെത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ചാലിശ്ശേരി പൂരത്തിന് 13,33,333 രൂപയ്ക്ക് ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി രാമചന്ദ്രനെ ഏക്കത്തിനടുത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഈ റെക്കോർഡാണ് ഇപ്പോൾ കൊങ്ങണൂർ ദേശം മറികടന്നിട്ടുള്ളത്. ഫെബ്രുവരി 7-നാണ് അക്കിക്കാവ് പൂരം. ഈ ആഴ്ചയിൽ തന്നെ ചീരംകുളം പൂരം വരുന്നതിനാൽ ചീരംകുളം പൂരത്തിലെ ചെമ്മണൂർ ഗ്രാമം പൂരാഘോഷ കമ്മിറ്റിയാണ് കൊങ്ങണൂർ ദേശത്തിനൊപ്പം ആനയെ ലേലത്തിനൊടിക്കാൻ മത്സരിച്ചത്. രാവിലെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്ര ഓഫീസിലാണ് ലേലം നടന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വനിതാ സാംസ്കാരികോത്സവം ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. എഴുത്തുകാരി സ്മിത കോടനാട് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും 1995 മുതൽ 2020 വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് വനിതാ ജനപ്രതിനിധികൾ, 8 പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ മേഖലയിലെ വനിതകൾ തുടങ്ങിയവർ വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി. എല്ലാ പഞ്ചായത്തിൽ നിന്നും വിവിധങ്ങളായ കലാപരിപാടികളുടെ അവതരണവും നടന്നു. തൻ്റെ ആത്മകഥയിൽ തുടക്കത്തിൽ എഴുതിയൊരു കാര്യമാണ്, ഞാന് ഈ അരി കഴുകുമ്പോഴും കൂട്ടാൻ ഇളക്കുമ്പോഴും എനിക്ക് എഴുതണം എന്നൊരു ചിന്ത വരികയായിരുന്നു. പക്ഷേ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് സമയമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുക്കളയുടെ ഉള്ളില് ഈ ഉപ്പും മറ്റേ ചായപ്പൊടിയും ഒക്കെ വയ്ക്കുന്ന പാത്രങ്ങളുടെ ഇടയിൽ ഒരു കടലാസും ഒരു പെൻസിലും വച്ചു, തോന്നുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കളയിൽ പാകം ചെയ്തിട്ടും തൊട്ടിലാട്ടിയിട്ടും അങ്ങനെ ആ സമയത്തൊക്കെ എഴുതിയ നോവലാണ് അഗ്നിസാക്ഷി. നമുക്കിപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ അടങ്ങുന്ന പുരുഷന്മാർക്ക് അത് വലിയ ഉദാത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാം. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിട്ടാണ് അവര് ഇതൊക്കെ എഴുതിയത്. കുന്നംകുളത്ത് കളരിപ്പയറ്റിനങ്ങളുടെ മത്സരങ്ങൾ നടന്നു. കളരിപ്പയറ്റിനങ്ങൾ ആദ്യമായി സ്ഥാനം പിടിച്ച കായികമേളയിൽ അരക്കെട്ടുറപ്പിച്ചു തന്നെയാണ് വിദ്യാർത്ഥികളും കളരിത്തട്ടിൽ ഇറങ്ങിയത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ 150ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ചുവടുകൾ, മെയ്പ്പയറ്റ്, നെടുവടിപ്പയറ്റ് എന്നീ ഇനങ്ങളിലായി അണ്ടർ 17 ജൂനിയർ, അണ്ടർ 19 സീനിയർ, ആൺ പെൺ വിഭാഗങ്ങളിലായിട്ടാണ് വിദ്യാർത്ഥികൾ കളത്തിലിറങ്ങിയത്. മേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങാൻ വൈകിയത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. ജില്ലാ കായികമേളയിലെ അത്ലറ്റിക്സ് ഗെയിംസ് ഇനങ്ങൾ പൂർത്തിയായതിനാൽ കളരിപ്പയറ്റിനത്തിൽ ഉപജില്ലാ മത്സരങ്ങൾ നടത്താതെ നേരിട്ടാണ് ജില്ലാതല മത്സരങ്ങൾ നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ജില്ലാ ഘടകമാണ് കുന്നംകുളത്തു നടന്ന മത്സരങ്ങൾ നിയന്ത്രിച്ചത്. ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം ലഭിച്ചവർക്കു മാത്രമാണ് സംസ്ഥാന തലത്തിൽ അവസരമുണ്ടാകുക. സംസ്ഥാന കായികമേളയിൽ കളരിപ്പയറ്റിനങ്ങൾ ഒക്ടോബർ 22-ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. പ്രമുഖ കോൺഗ്രസ് നേതാവ് AY കുഞ്ഞുമൊയ്തുവിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. പുന്നയൂർക്കുളം ചമ്മനൂർ അറക്കൽ യൂസഫ് മകൻ യൂസഫ് മൊയ്തീൻ എന്ന കുഞ്ഞുമൊയ്തു
2 പതിറ്റാണ്ടോളം പുന്നയൂർകുളത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച നേതാവായിരുന്നു. അനുസ്മരണ യോഗത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹനൻ, DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം VT പറമ്പിൽ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈർ, പുന്നയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോതച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാദ്യകലാ സംഘത്തിൽ ചെണ്ടവാദനത്തിൽ പരിശീലനം പൂർത്തീകരിച്ച 11 വിദ്യാർത്ഥികൾ അരങ്ങേറ്റം നടത്തി. ക്ഷേത്രനടയിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങ് പ്രശസ്ത മദ്ദള വിദ്വാൻ കലാമണ്ഡലം കുട്ടിനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം മൂരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ, ചെണ്ട പരിശീലകരായ ആലങ്കോട് മണികണ്ഠൻ, കോതച്ചിറ പ്രദീപ് എന്നിവരെ ആദരിച്ചു. CM വേണുഗോപാൽ, ജനാർദ്ദന വാര്യർ, V സന്തോഷ്, PP മണികണ്ഠൻ, സൂര്യ ഓടത്ത്, ഗോപിക രാജ്, വാർഡ് മെമ്പർ പ്രിയ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിശീലനം പൂർത്തീകരിച്ച 2 പെൺകുട്ടികളടക്കം 11 പേർ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ജീവിതശൈലി രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ചൂണ്ടൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് നേതൃത്വം നൽകി. യോഗത്തിൽ പ്രധാനാധ്യാപിക PB സജിത അധ്യക്ഷയായി. അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. തുലാമാസത്തിലെ വാവുബലിയോടനുബന്ധിച്ച് ശിവക്ഷേത്രങ്ങളിൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവം ആഘോഷിച്ചു. ഉത്സവദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 8:30 ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അവിയൂർ ചക്കനാത്ത് ഘളൂരിക ദേവീക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ് പഞ്ചവടി സെന്ററിൽ നിന്ന് ആരംഭിച്ചു. ഗജരാജൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടംപേറ്റി. എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണത്തല ജനാർദ്ദനൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ വാദ്യമേളവുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 വടക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് 4-ാം കല്ല് വാക്കയിൽ ശ്രീഭദ്ര കുടുംബക്ഷേത്രത്തിൽ നിന്നും, തെക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6:30 ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. രാത്രി 8 തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ജനപ്രിയ നാടകം ലക്ഷ്മണരേഖ അരങ്ങേറി. മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണോജ്വലമായ നിലപ്പന്തലുകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യനാദവിസ്മയവും നാടൻ കലാരൂപങ്ങളും അണിനിരന്നു. ഭാരവാഹികളായ ദിലീപ് കുമാർ പാലപ്പെട്ടി, വിനയദാസ് താമരശ്ശേരി, വിക്രമൻ താമരശ്ശേരി, വിശ്വനാഥൻ വാക്കയിൽ, വാസു തറയിൽ എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിയുടെ ഭാഗമായുള്ള ബലിതർപ്പണം ചൊവ്വാഴ്ച പുലർച്ചെ 3 ആരംഭിച്ചു. മൺമറഞ്ഞു പോയ തങ്ങളുടെ ഉറ്റവർക്കുള്ള സമർപ്പണമായ ബലിതർപ്പണം നടത്താൻ ധാരാളം പേരെത്തി. തിലഹോമവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശാന്തിമാരായ PA അനീഷ്, K പുരുഷോത്തമൻ, സന്ദീപ് സന്തോഷ് എന്നിവർ കാർമ്മികരായി. കുന്നംകുളം സേവാഭാരതി പ്രവർത്തകരുടെ ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, ചന്ദ്രൻ പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴനി ചെറുതുരുത്തി തുപ്പേശ്വര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി ദർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയത്. പുലർച്ചെ 3 മണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ദർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമികളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. വാവുബലി ദർപ്പണ കർമ്മത്തിനായി പെരുന്തട്ട ശിവക്ഷേത്ര പരിസരത്ത് വൻ ഭക്തജനമാണ് അനുഭവപ്പെട്ടത്. തർപ്പണ പ്രധാന ദിനത്തിൽ ക്ഷേത്രക്കുള പരിസരത്ത് പ്രത്യേകം ഒരുക്കിയ വിപുലമായ തർപ്പണ പന്തലിൽ പുലർച്ചെ 4:30 ആരംഭിച്ച് കാലത്ത് 9 മണിവരെ നീണ്ടുനിന്ന വാവുബലി ദർപ്പണത്തിൽ 100 കണക്കിന് പേരാണ് പിതൃമോക്ഷ പ്രാപ്തിക്കായി പങ്കാളികളായത്. ആചാര്യ രാമകൃഷ്ണൻ ഇളയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത്. അനുബന്ധ വഴിപാടുകൾ ഷീട്ടാക്കുവാനും ക്ഷേത്രത്തിൽ സൗകര്യവും ഒരുക്കിയിരുന്നു. വിജയകുമാർ അകമ്പടി, ഹരി വടക്കൂട്ട്, അരവിന്ദാക്ഷ മേനോൻ കോങ്ങാട്ടിൽ, ഹരി കൂടത്തിങ്കൽ, K വിശ്വനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ ചുറ്റുമതിലും ഗേറ്റും വിദ്യാലയത്തിന് സമർപ്പിച്ചു. 8 ലക്ഷം രൂപ ചെലവിലാണ് ഗേറ്റും ചുറ്റുമതിലും നിർമ്മിച്ചത്.
നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ കെ മുബാറക് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ പി കെ രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക പി കെ റംല തുടങ്ങിയവർ സംസാരിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം ശാലിനി, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ദീപാവലി ദിനത്തിൽ ദീപം തെളിയിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ. മഞ്ജുളാൽ പരിസരത്ത് ഇന്ത്യയുടെ ഭൂപടം തീർത്ത് ചുറ്റും ചിരാതുകൾ പ്രകാശിപ്പിച്ച് നന്മ നിറഞ്ഞ നല്ല നാളെ തീർക്കാമെന്ന് പ്രതിജ്ഞയെടുത്തു. കൂട്ടായ്മ മുതിർന്ന അംഗവും റിട്ടയർഡ് എയർഫോഴ്സ് ഉന്നത ഉദ്യോഗസ്ഥനുമായ ശ്രീധരൻ മാമ്പുഴ തിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് അധ്യക്ഷത വഹിച്ചു. ബാലൻ വാറനാട്ട് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഹരിദാസ് മമ്മിയൂർ, മുരളി അകമ്പടി, രവി വട്ടരങ്ങത്ത്, വി ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. കേച്ചേരി പെരുമണ്ണ് മേക്കാട്ടുകുളം ജേക്കബ് ഭാര്യ അന്ന നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ജോൺസൺ, ജാൻസി, ഷൈനി, ഷിജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.